എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഐ ഓൾവേസ് ബി ദേ വിത്ത് ട്രൂത്ത്. എന്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് സെന്റൻസസ് എന്നോട് പറഞ്ഞാലും ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിപ്പിക്കാം. ഞാൻ പറയാൻ സാരമുള്ള കാര്യം വിട്ടുകളാ, എന്തോ ആവട്ടെ വിട്ടുകള എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി വറീഡ് അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ തിങ് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടമല്ല. ലെറ്റ് ജസ്റ്റ് ഗോ. അതൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടില്ല എന്നങ്ങ് ചിന്തിക്കാനാണ് എനിക്ക് ഇഷ്ടം. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ ബി കമ്മിങ് ബാക്ക് വിത്ത് എ ലോട്ട് ഓഫ് വീഡിയോസ് ഓഫ് മൈൻ. ആൻഡ് എന്നെ ഇഷ്ടമുള്ളവർ, എന്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് ഐ വുഡന്റ് ഫോഴ്സ് എനിബഡി ടു വാച്ച്. ദെയർ ആർ അജൻഡാസ് ആൻഡ് സഡൻലി ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലാതെ ഓവർ ദ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് എന്ന് നിങ്ങൾ എന്ത് പറ്റി എന്താ അമ്മയുടെ പോലെ അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസ് കാണുന്നില്ല. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോൾ എന്തായാലും ആരും എന്നെ ചോദിക്കത്തില്ലല്ലോ ലൈക്ക് വീട്ടിൽ എന്താ അമ്മ വരാത്ത. അപ്പോൾ ഓൾ ഐ കൻ സേ ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. ഐ വിഷ് മൈ മദർ ആൻഡ് മൈ നീസ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എന്താ അവർ വളരെ ഹാപ്പി ആയിരിക്കണം, അവർ സന്തോഷമായിരിക്കണം. എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം യു കോൺടാക്ട് മീ, ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് KK ആൻഡ് ഫാമിലിയാണ്. KK അല്ല, ബട്ട് അതർ വൈഫും കുട്ടികളും എല്ലാവരും ഉണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് KK ആൻഡ് ഫാമിലി ഓരോ ദിവസം കൂടുമ്പോ എന്താ പറയുന്നത് ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പൊ ഞാൻ എപ്പോഴും ആ അമ്മാമേനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതായത് സിന്ധുകൃഷ്ണന്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യം. ഞാനത് പറഞ്ഞ് എന്റെ വീഡിയോസ് എല്ലാം, അതായത് ഇവരുടെ വിഷയം എടുത്തപ്പോൾ മുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രായമുള്ള ആൾക്കാരെ ബഹുമാനിക്കണം, അവർക്ക് അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു ഇത് കൊടുക്കണം എന്നുള്ള കാര്യം. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ, നമ്മളുടെയൊക്കെ വീട്ടില് നമ്മുടെ കാരണവന്മാർ, അതായത് സാധാരണക്കാരായ ആൾക്കാരുടെ വീട്ടില്, മുതിർന്ന വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ സാധാരണക്കാരായ എല്ലാവരുടെയും വീട്ടിലാണെങ്കിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മുതിർന്നവരെ ബഹുമാനിക്കണം എന്നൊരു കാര്യം. പിന്നെ ഡിപ്പെൻഡ് ആയിരിക്കും, അതായത് പിന്നെ അവർ തീരുമാനിക്കണം ബഹുമാനിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. പക്ഷെ അത് നമ്മൾ എന്തൊക്കെ വന്നാലും, എത്ര വലിയ നമ്മുടെ ജനറേഷൻ മാറി എന്ന് പറഞ്ഞാലും കാരണവന്മാരെന്നും കാരണവന്മാരെ തന്നെ അവർ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. അവരുടെ പ്രായത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം അവരുടെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും അവരുടെ മൈൻഡും ചിന്താഗതിയും എല്ലാം ഫുള്ളായിട്ട് മാറിപ്പോകും. അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും അതിന് അവരുടെ ഒരു അതായത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ്. അപ്പൊ അത് എന്തായാലും ഉണ്ടാവും. ഇത് നമ്മളും ഒരു കാലം കഴിയുമ്പോൾ ആ പ്രായത്തിലോട്ട് എത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ. ആ പ്രായം കഴിയാതെ നമുക്ക് ഒരിക്കലും ഇവിടുന്ന് കടന്നു പോകാൻ സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിനു മുൻപ് മരണം അങ്ങനെ ഒന്നുമില്ല. അല്ലാതെ നമ്മളും വാർദ്ധക്യത്തിലോട്ട് എത്തേണ്ട ആൾക്കാർ തന്നെയാണ്, അല്ലെ. ഇപ്പൊ സർക്കുലേറ്റ് ചെയ്യുന്നത് സിന്ധു കൃഷ്ണ, അതായത് ഇപ്പൊ ആ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ സിന്ധു കൃഷ്ണയുടെ ഒരു സ്റ്റോറി കണ്ടിട്ട് ആരും എന്തോ ചോദിച്ചു. അപ്പൊ ഇതിന് സിന്ധു കൃഷ്ണ കുറച്ച് വീഡിയോസും അതായത് കുറച്ച് CCTV ദൃശ്യങ്ങളും പിന്നെ അമ്മേനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തു. അതായത് അത് റാൻഡംലി ആരാന്നുള്ള കാര്യം അറിയത്തില്ല, ആരും അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇവര് അതുപോലെ ഒരാൾ മാത്രമല്ല പലരും ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഇവർ ഈ വീഡിയോസും പിന്നെ ഈ അമ്മാമ്മനെ കുറിച്ച് കുറെ കുറ്റങ്ങളായിട്ട് എല്ലാവരോടും തന്നെ പറഞ്ഞു കൊടുക്കും. അതായത് ഇവരുടെ ഇന്റൻഷൻ എന്താ, ആ സംഭവം അത് മറ്റുള്ള ആൾക്കാരിലോട്ട് എത്തണം. അതായത് ഏതെങ്കിലും റിയാക്ഷൻ വ്ളോഗേഴ്സിന്റെ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ എത്തിയിട്ട് അവർ ആ വീഡിയോ എടുത്ത് പുറത്തിടും. പക്ഷെ ഇതുവരെയായിട്ട് എനിക്കൊന്നും ആരും അങ്ങനെ എടുത്ത് പുറത്തിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. ഞാൻ അറിയത്തില്ല അത് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ എന്തായാലും അപ്പിക്കയോട് വെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതിനകത്ത് ഈ അമ്മാമ്മ കാണിക്കുന്ന ചപ്പാപ്പനെ എന്തോ വെച്ചിട്ട് എറിയുന്നു, ചെരുപ്പ് എറിയുന്നു എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ നമുക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ. എന്റെ അടുത്തൊരു ക്ലോസ് റിലേഷൻ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എന്താണ് ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിൽ, അതായത് പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും ആണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ അവിടെ ഉള്ളപ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ പലതവണ പോയിട്ടുണ്ടെങ്കിലും, പക്ഷെ ഒരു ദിവസം അപ്പച്ചനോട് ഭയങ്കര മോശമായിട്ട് അവിടുത്തെ അമ്മാമ്മ, അതായത് ഇവരുടെ വൈഫ്, ഈ അപ്പച്ചന്റെ വൈഫ് പെരുമാറുക. അപ്പൊ ഞാനപ്പോ ഇവരോട് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ എടാ ഇത് എന്നാണ് ഇത് ഇത്രയും മോശമായിട്ട് ഇങ്ങനെ പെരുമാറുന്നത്, എന്താണ് അങ്ങനെ ചോദിക്കുമ്പോഴത്തേനും പറയാം അപ്പൊ ഈ പിള്ളേർ ഏറ്റവും എനിക്കറിയാവുന്ന എന്റെ കൊളീഗ്സ് ഉണ്ടല്ലോ, അവരപ്പോ എന്നോട് പറയുന്നതാണ് നന്നായിട്ട് മോശമായിട്ട് പെരുമാറാം മാമ, പണ്ട് ഇതേപോലെ തന്നെ ആയിരുന്നു. അപ്പൊ ഇവരെന്നോട് പറഞ്ഞത് കാര്യമാക്കാൻ നിൽക്കണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും, അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഞാൻ ചെന്നാലും ഇവരെന്ത് സാധനമാ. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്നാലും ഇവരെന്ത് സാധനമാണ്, എങ്ങനെയാണ് ഈ അപ്പച്ചനോട് എന്തിനാ ഇത്ര ക്രൂരമായിട്ട് പെരുമാറണത് എന്ന രീതിയിലൊക്കെ എന്റെ അങ്ങ് പോകണം. അപ്പൊ ഇവര് പറഞ്ഞത് കൂടുതലൊന്നും ചിന്തിച്ചു കൂട്ടാൻ നിൽക്കേണ്ട. അപ്പച്ചൻ പണ്ടത്തെ, അതായത് ആരോഗ്യമുള്ള സമയത്ത് അമ്മാവനെ വരയ്ക്ക് നിർത്തിയേക്കുന്ന ആളാണ്. ഇപ്പോഴും അപ്പച്ചനൊന്നും മിണ്ടാതെ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ അങ്ങ് നിൽക്കണം എന്ന് പറഞ്ഞു. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരണേ. അപ്പൊ ഞാനപ്പോ പറയാം എന്നാലും അതങ്ങ് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്റെ അടുത്ത് നീ അപ്പച്ചനും അമ്മച്ചിയും തമ്മിലുള്ള ബോണ്ടിങ് അറിയാത്തോണ്ടാന്ന് പറഞ്ഞു അവര്. കാരണം അമ്മച്ചി എത്ര വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പച്ചൻ ഒരിക്കലും ഒരു നേരം പോലും അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നില്ല. അവർ തമ്മിലുള്ള ഒരു ഇന്റൻസിറ്റി എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ട്. കാരണം അവർ തമ്മിൽ പല വഴക്കും പലതും ഉണ്ടാവുമായിരിക്കാം. ചിലപ്പോൾ അടിക്കോ ഇടിക്കോ അങ്ങനെ എന്തിനു വേണേ ഉണ്ടാവും. പക്ഷെ അതൊന്നും കാര്യമാക്കാൻ നിൽക്കേണ്ട, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. അത് കാര്യമാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ശരിയാണ്, ഈ അപ്പച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി അമ്മാവനെ വിട്ട് മാറി നിൽക്കത്തില്ല. അമ്മമ്മ വേണം, എന്തിനും ഏതിനും അമ്മമ്മ വേണം. എന്ത് കാര്യം ഇവൻ ഒരു ചായ വെള്ളം കുടിക്കണമെങ്കിൽ പോലും ഈ അമ്മാമ്മയുടെ കൈ കൊണ്ട് അല്ലാതെ പുള്ളിക്കാരൻ കുടിക്കത്തില്ല. കാരണം അവർ തമ്മിലുള്ള ഒരു ബോണ്ടാണത്. അതിന് എന്താ പറയണത്, ശരിക്കും അതൊക്കെയാണ് ശരിക്കും ലവ് എന്നൊക്കെ പറയണത്. എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നതിന് ഞാൻ സപ്പോർട്ട്, അല്ല അടിക്കുന്നതിന് ഞാൻ സപ്പോർട്ട് നിൽക്കുന്നു എന്നല്ല പറയണത്. കാരണം
അവർക്ക് സ്വയമായിട്ട് അറിയാം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരേ ഉള്ളൂ എന്നുള്ള കാര്യം അവർക്ക് സ്വയമായിട്ട് അറിയാം. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കൊച്ചുമക്കളാണെങ്കിലും എനിക്കറിയാവുന്ന എന്റെ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ അവരാണെങ്കിലും അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും അവരുടെ ബോണ്ട് എത്രമാത്രം ഉണ്ട്. അതായത് അപ്പച്ചനും അമ്മച്ചനും അങ്ങനെയാണ് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും അല്ലെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എത്ര ഭാര്യ ഭർത്താക്കന്മാരിലും എല്ലാവരും തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ ഞങ്ങൾ വഴക്കൂടാറുണ്ട്. നല്ല സൂപ്പർ സുന്ദരമായിട്ട് വഴക്കൂടാറുണ്ട്. ഞങ്ങൾ വഴക്കടിക്കാത്ത ആൾക്കാരൊന്നുമല്ല. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ കെട്ടിയവരെ ഞാൻ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ എന്നെ ഇതുവരെയായിട്ട് അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു അമ്പയൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഉപദ്രവിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു അന്നും പറഞ്ഞിട്ട് ഞങ്ങളത് വെച്ചോണ്ടിരിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെന്താ അതങ്ങ് മറക്കും. അതങ്ങനെയാണ് ഒരു മാരേജ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അങ്ങനെയാണ്. നമ്മളൊരു അല്ലെങ്കിൽ കാരണം അത്രയും ക്ലോസ് ആയിട്ട് റിലേഷൻഷിപ്പ് ആണല്ലോ. സോ അതിപ്പോ അതിപ്പോഴൊന്നല്ല, അത് ഈവൻ എത്ര കാലം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നു അത്രയും കാലം ഞാൻ എന്റെ ചേട്ടനോട് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് അപ്പുറമുള്ള നാട്ടുകാരെ പോയി തല്ലാൻ പറ്റുമോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മോളെ തന്നെ കഴിഞ്ഞാൽ എന്റെ മോളെ എന്റെ അടുത്ത് ചോദിക്കും എന്നെ തല്ലാൻ നിനക്ക് ആരുടെ അവകാശം തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നിയേക്കണം. ഞാൻ പറഞ്ഞ ഭാര്യമാരെ ഭർത്താവിനെ അടിമപ്പെട്ട് ജീവിക്കണം അങ്ങനെയൊന്നും പറയുന്ന വ്യക്തിയല്ല. ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയേ അല്ല. ഞാൻ പ്രതികരിക്കേണ്ടടുത്ത് ആരാണെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും പ്രതികരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. മിണ്ടാതെ പൂച്ചക്കുട്ടിനെ കൂട്ടി ഇരിക്കുന്ന മറ്റേ പൂമുഖവാതിരിക്കുന്ന ഭാര്യ എന്നല്ല. അങ്ങനെയൊന്നും ഞാനിത് പറയുമ്പോൾ ആരും എന്നെ തെറ്റിദ്ധരിച്ച് പോകരുത് കേട്ടോ. അപ്പൊ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പൊ അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് ഇവര് എടുത്തിട്ട് ഈ അമ്മാമ്മ മോശക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കണേ. അത് ഈ സിന്ധു ചെയ്ത് തെറ്റല്ല. സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞ ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ സിന്ധു കൃഷ്ണയുടെ ഫാമിലി, അതായത് ഇവര് തന്നെ പറഞ്ഞിട്ട് ഇവര് ഈ പറയുന്ന കൃഷ്ണകുമാരൻ ഒരു സിനിമയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമില് ഈ ഇവരെ ഹെൽപ്പ് ചെയ്തേക്കണ ആരാ? ഈ സിന്ധു കൃഷ്ണയുടെ ഫാമിലിയാന്ന് പറയുന്നത്. അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് ഹെൽപ്പ് ചെയ്തേക്കണെന്ന് പറയുന്നത്. ആ ടൈമില് ഒരാളെ ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഈ 4 മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ പിന്നെ അതേപോലെ തന്നെ ഈ സിന്ധുകൃഷ്ണയുടെ കല്യാണത്തിന്റെ ഫോട്ടോസ്, പഴയ ഒരു കല്യാണത്തിന്റെ ഫോട്ടോസ് നോക്കിക്കേ. ഒരു 19 പവനോളം സ്വർണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും സുന്ദരിയായിട്ട് അത്രയും ഭംഗിയായിട്ട് ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് അന്നത്തെ കാലത്ത് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ അന്ന് ഇവര് കാരണം ഈ അമ്മാമ്മയ്ക്ക് ഈ സിന്ധു ഇഷ്ടമല്ലെങ്കിൽ അമ്മാമ്മ ഇതിനൊക്കെ സപ്പോർട്ട് നിൽക്കും. ഇത്ര സ്വർണ്ണം നമുക്ക് കൊടുക്കണ്ട, അവർക്ക് കൊടുക്കണ്ട, എന്റെ മോൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി നിർത്തുകയാണ് ചെയ്യണത്. ആ അമ്മേനെയാണ് ഇവരിപ്പേക്ക് കുറ്റം പറഞ്ഞത്. അതുപോലെ ബോർഡിംഗ് വിട്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ബോർഡിംഗ് വിട്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പമിരിക്കണത്? അച്ഛനും അത് വലിയ കുറ്റമാണോ? അത് എനിക്കത് മനസ്സിലാവുന്നില്ല. പണ്ടൊക്കെ ആൾക്കാരെ വിചാരം ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഇതൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, മല്ലിക ചേച്ചി ഉണ്ടല്ലോ, പൃഥ്വിരാജിനെ സുകുമാരന്റെ അമ്മ. ഇവര് ഈ പൃഥ്വിരാജും ഈ പറയുന്ന ആരായിരുന്നു പൃഥ്വിരാജ് കുമാരനും അതേപോലെ തന്നെ ഈ പറയുന്ന ഇന്ദ്രജിത്തും ഈ 2 ആക്ടേഴ്സും ഇവര് സൈനിക് സ്കൂളിൽ നിന്നിട്ടാണ് പഠിച്ചത്. +2 വരെ എന്തോ. അവർക്ക് അതിന്റേതായ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അത്രയും ലാംഗ്വേജ് ഉണ്ട്. ഈ പറയുന്ന സിന്ധു കൃഷ്ണ ബോർഡിംഗ് ഇട്ടാ പഠിച്ചതെന്ന് പറയുന്നുണ്ട്. അത്രയും നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയിട്ടില്ലേ? എന്ത് അവർ ഈ പറയുന്ന എന്തുണ്ടെങ്കിലും ഇംഗ്ലീഷിലാണ് പറയണത്. സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ മലയാളികളാണെങ്കിലും പക്ഷെ പറയണത് മുഴുവൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്. അവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ കാണിക്കുന്നത്. പണ്ടൊന്നും ഇത്രയും ഇംഗ്ലീഷ് പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എടുക്കാൻ കൂടുതലും ഇംഗ്ലീഷിലോട്ട് കടന്നിരിക്കുന്ന കേട്ടോ. പണ്ടത്തെ ഞാനൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇവരുടെ വീഡിയോസ് ഇരുന്ന് കാണുന്നുണ്ട്. ഈ മറ്റേ 1 1 3 പരിപാടിയിലൊക്കെ വരും. അങ്ങനെ പല പല ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുടെ വീഡിയോസ് ഇരുന്ന് കാണുന്ന വ്യക്തി. ആ ടൈമിലൊക്കെ സിന്ധു കൃഷ്ണ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അമ്മേനെയും അച്ഛനെയും പറ്റിയൊക്കെ. അന്നൊന്നും സിന്ധു കൃഷ്ണയ്ക്ക് ഒന്നും പറയാനില്ല. എന്റെ വീട്ടുകാരാണ് ഞങ്ങളെ സഹായിക്കുന്നത്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ എന്നിട്ട് അതായത് സ്വന്തം മകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സിന്ധുകൃഷ്ണൻ എന്താ ചെയ്യണം? സ്വന്തം പെറ്റമ്മയെ തള്ളി പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പെറ്റമ്മേനെ എങ്ങനെയൊക്കെ മാനം കെടുത്താൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രായമായ ഒരു അമ്മയാണ്. ആ അമ്മ എന്താണ് ആ അമ്മേനെ കുറിച്ചാണ് സിന്ധുകൃഷ്ണൻ ഇത്രയും വലിയ തെണ്ടിത്തരം പറയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഞാൻ സപ്പോർട്ട് ചെയ്തില്ല എന്തൊക്കെ വന്നാലും. ശരിയാണ് ഈ പറയുന്ന അച്ഛൻ ഇവര് പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ കൂടെ കിടന്നോന്നോ സംതിങ് എന്തോ സംതിങ് പറയുന്നുണ്ട്. അതിന്റെ കറക്റ്റ് ആയിട്ട് മീനിങ് വേർഡ് കിട്ടാത്തതിന്റെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. ഹനേനും അപ്പൂപ്പനെയും കൂട്ടി അമ്മ പറഞ്ഞു പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പിന്നെ അതിനുള്ള ഒരു എന്താ പറയുക ഒരു കറക്റ്റ് ആയിട്ട് ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് പക്ഷെ അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഇതുപോലെ തന്നെ എന്റെ ഒരു നമുക്കുണ്ടായ ഒരു അനുഭവം കേട്ടോ. ആ ഒരു അതായത് ഇതുപോലെ ഒരു പ്രായമുള്ള ഒരു അമ്മ, പുള്ളിക്കാരി നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ പ്രായം ആൾക്കാർ. അപ്പം എനിക്കിപ്പോ ഇതിനകത്തുള്ള ഓരോ ആൾക്കാരെ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുമ്പോൾ എന്റെ നമുക്കറിയുന്ന ആൾക്കാരെയും കൂടി ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് ഉൾപ്പെടുത്താതെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു പുള്ളിക്കാരി, ആ പുള്ളിക്കാരിയുടെ ആ പുള്ളിക്കാരി അതായത് 2 കൊച്ചുമക്കൾ, അതായത് അവർ പറഞ്ഞു വരുമ്പോഴത്തേനും അവർ മുറച്ചെറുക്കനും മുറപ്പെണ്ണായിട്ട് വരും. പക്ഷെ അവർ സഹോദരങ്ങളെ കൂട്ടാണ്. അവർ പറഞ്ഞു വരുമ്പോൾ മുറച്ചെറുക്കനും മുറപ്പെണ്ണൊക്കെ ആയിട്ട് വരും. പക്ഷെ അവര് ശരിക്കും ഒരു എങ്ങനെയാണ് ഒരു കൂടപ്പിറപ്പ് അതുപോലെയാണ് അവര്. ഒരു തവണ എങ്ങാണ്ട് പറഞ്ഞപ്പോഴത്തേക്കും പറയണാണ് ഈ പെണ്ണിനോടും ഈ പെണ്ണിനോടും ഈ ചെറുക്കനോടും അവിടെ അതായത് ഈ മുറച്ചെറുക്കനും മുറപ്പെണ്ണാണ്. അത് സഹോദരങ്ങളാണ് നിങ്ങൾ ആലോചിക്കണം. അവരോട് ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ നല്ല പ്രായമുണ്ട്, 75-80 വയസ്സുള്ള പ്രായമുണ്ട്. അവരോട് ഇവർ പറയണാണ് ഈ അമ്മമ്മ, ആ വീട്ടിലെ അമ്മമ്മ ഒരു എക്സാമ്പിൾ പറയുവാണ്. ആ വീട്ടിലെ അമ്മമ്മ പറയുവാണ് സൂക്ഷിച്ച് നടന്നോ അല്ലെങ്കിൽ ഗർഭം ഉണ്ടാവുമെന്ന്. എന്തൊക്കെ വന്നാലും മുറച്ചെറുക്കനും മുറപ്പെണ്ണും അല്ലേ എന്ന രീതിയിൽ പറയണേ. അങ്ങനെയുമുള്ള അമ്മമാരുള്ള കാലഘട്ടമാണത്. അത് അവരുടെ പ്രായത്തിനെന്നൊക്കെ നമുക്കത് കേൾക്കുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. ഭയങ്കരമായിട്ടും നമ്മൾ ഇമോഷണൽ ഒക്കെ ആവും. നമുക്ക് അവരാണ്ട് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. അവർ നമ്മളെക്കാളും ഒരുപാട് ഏജിന് മൂത്തവരാണ്. അതൊരു ഇതായിട്ടല്ല ഞാൻ പറയണത്. പക്ഷെ അവരുടെ അന്നത്തെ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് അവർ നമ്മളവർ പറഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല. നമ്മുടെ മനസ്സിലിരിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ അത്രയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയണത്.
സിന്ധുകൃഷ്ണ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ 10 മാസം വയറ്റിൽ ചുമന്നോ, അതേപോലെ തന്നെ നിങ്ങളൊരു 4-5 വയസ്സ് വരെയെങ്കിലും ഈ അമ്മ നോക്കിയിട്ടുണ്ടാവുമല്ലോ. ആ ടൈം വരെയും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ബാധിച്ചിട്ടാണ് നിങ്ങൾ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അവരെ സംരക്ഷിക്കേണ്ട ഒരു പ്രായത്തില്, അതായത് ആരുമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അവരെ സംരക്ഷിച്ചിട്ടുള്ളതാ. ആ ടൈമിൽ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ അമ്മേനെയും മക്കളെയും, സോറി, ആ അമ്മേനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങളുണ്ട്. അത് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. നിങ്ങൾക്ക് ശരിയാണ് നിങ്ങൾ പറയുന്നത്, എനിക്ക് എന്റെ ഫാമിലിയാണ് എവറിത്തിങ്, എന്റെ അമ്മയാണ് എന്റെ ഫാമിലിയാണ് എവറിത്തിങ് എന്ന് പറയുന്നത് സത്യം. നിങ്ങൾ അത് തന്നെയാണ് എല്ലാവർക്കും എവറിത്തിങ്. പക്ഷേ നിങ്ങളെ നോക്കിയ, നിങ്ങളെ ജനിപ്പിച്ച, നിങ്ങളൊരു 5 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ നോക്കാതിരുന്നിട്ടുണ്ടല്ലോ. ആ പ്രായത്തിൽ വരെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രായത്തിൽ ഒരു നന്ദിയെങ്കിലും, അതിനു വേണ്ടി ഒരു നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ മകളെയാണ് ഇഷ്ടം. നിങ്ങളുടെ ഇപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ മകളുടെ ഒരു എന്താ സൊസൈറ്റി ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് നഷ്ടപ്പെട്ടു പോയി, അത് നിങ്ങളുടെ ഇമേജ് നഷ്ടപ്പെട്ടു പോയി എന്നൊരു തോന്നൽ നിങ്ങൾക്ക്. അപ്പൊ അമ്മേനെ താഴ്ത്തി കിട്ടിയിട്ടാണെങ്കിൽ, അതായത് അമ്മ എന്ന് പറയുന്നത് എന്താ, അവരെവിടെ കിടക്കണം, അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാർ. അമ്മേനെ താഴ്ത്തി കിട്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ പോയ ഇമേജ് തിരിച്ചെടുക്കാം. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന മഹാ ചെറ്റത്തരമാണ്. സത്യമായിട്ടും സിന്ധുകൃഷ്ണ, നിങ്ങളോട് എങ്ങനെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ഏറ്റവും നല്ലൊരു ഒരു എന്താ ഇതിലൂടെയാണ് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾക്ക്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവ് എന്തുമാത്രം ഇന്റർവ്യൂസിൽ വന്ന് പറയുന്നുണ്ട്, ഒരു ഘോരഘോരമായിട്ട് ഒരു പേരിന്റെ പേര് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കുറച്ച് ഇന്റർവ്യൂസ് എങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കേട്ട് നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ശരിക്കും നിങ്ങളുടെയൊക്കെ നിലവാരം ഇത്ര താഴ്ന്നായി പോലെ, സ്വന്തം പെറ്റ അമ്മേനെ പോലെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കാൻ നേരത്താം. കഷ്ടം. ഇത് കൃഷ്ണ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ എല്ലാവർക്കും പ്രായമാവും. ആ പ്രായമാകുമ്പോഴത്തേക്ക് നിങ്ങളും ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളും ഇതുപോലെ തന്നെ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് 4 മക്കളുണ്ട്, നിങ്ങൾ 4 മക്കളും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അഭിപ്രായമാണ്. കാരണം ഇതൊന്നും പറയാതെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ആ അമ്മാമയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് വന്ന് പറയുന്നുണ്ട്, അമ്മാമ ചെയ്തത് തെറ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം സീക്രട്ട് ഏജന്റ് ഒക്കെ വന്ന് പറയുന്നുണ്ട്, അഹാനയ്ക്ക് ഇത്രയും ഹെയ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല അവർ പറഞ്ഞത്. കാരണം അവർ പുള്ളിയൊക്കെ എന്തുദ്ദേശം അത് പറഞ്ഞത് മനസ്സിലാവുന്നില്ല. അഹാനയ്ക്ക് ഇത്രമാത്രം ഹെയ്റ്റ്, അവരുടെ മാനസികാവസ്ഥ, അമ്മയുടെ മാനസികാവസ്ഥയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഘോരഘോരം പ്രസംഗിച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല. ഞാൻ എന്റെ ഒപ്പീനിയാണ് പറയുന്നത്. എനിക്കറിയാം എന്റെ വീഡിയോസ് കാണുന്നവർ, ഈ അഹാനെ കുറിച്ചുള്ള വീഡിയോസ് കാണുന്ന മുഴുവൻ എനിക്ക് നെഗറ്റീവ്സ് ആയിരിക്കും എന്ന് എനിക്കറിയാൻ വരുന്നത് മുഴുവൻ. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ എന്റെ ഒരു വലിയ ഒരു അഹാനെ കുറിച്ചുള്ള വീഡിയോയിൽ അത് ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആയിക്കോട്ടെ. നിങ്ങൾ നെഗറ്റീവ്സ് പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും ഈ സാഹചര്യം, ഈ പ്രായത്തിലൂടെ കടന്നുകൊണ്ട് നമ്മളോട്, കാരണം നമുക്ക് ആ സമയത്ത് ഒരുപാട് ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും, എന്റെ ഇപ്പോഴല്ല, ഞാൻ പണ്ടൊക്കെ, അതായത് കല്യാണത്തിന് മുന്നേ ആയിക്കോട്ടെ, ഇപ്പൊ ഒന്നിനൊന്നും പോകാൻ സമയം കിട്ടാറ്. കല്യാണത്തിന് മുന്നേ ഒക്കെ ഞാൻ ഒരുപാട് ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോകാറുണ്ട്. എനിക്ക് എറണാകുളത്തെ മിക്ക ഓൾഡ് ഏജ് ഹോംസിൽ ഞാൻ പോകുമായിരുന്നു. എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ പോകുമായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ അവരോടൊക്കെ സംസാരിക്കുമായിരുന്നു. നമുക്ക് അവിടെയുള്ള ഓരോ അച്ഛൻ്റെ അമ്മമാരുടെ ഒക്കെ വിഷമം നമുക്ക് അന്നേരം മനസ്സിലാവും. അപ്പൊ അത് ഞാനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം നമുക്ക് അവരുടെ മക്കളെ കുറിച്ചുള്ള അവർക്കൊക്കെ ഒരു ഇമോഷൻസ് ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടും. അപ്പൊ ഈ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞോളൂ. നിങ്ങളുടെ അമ്മമാരുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത്ര മോശം ഇത് അനുഭവപ്പെട്ടത് കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറയണത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ കുറ്റം പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ഇഷ്യൂസും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആരും ഇല്ലാതാവണം, അവരുടെ എന്താണ്, അവർക്ക് ജോലി ചെയ്യാൻ ഒരു ആരോഗ്യം ഇല്ലാതാകുന്നു. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ ഒരു അടിമേനെ പോലെ ജീവിക്കുന്ന ഒരു തോന്നലുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന തോന്നലൊക്കെ തന്നെയാണ്. നമ്മളെ ഒന്നും അല്ലാതായി, മക്കളെ വളർന്നു, നമുക്കൊരു വിലയില്ല, നമ്മുടെ വാക്കിന് ഒരു വിലയില്ല എന്നൊരു സംഭവം തോന്നും. സോ ഇതാണ് സിന്ധുകൃഷ്ണ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോസിനെ കുറിച്ച് എക്സാക്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ,